ഉണക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിം ഉള്ള അടുപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് വെച്ചിട്ടാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, തലേന്ന് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. എന്തിനാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസിൽ ഈ ചോറുകൾ തമ്മിൽ പരസ്പരം ഒട്ടാൻ പാടില്ല. ഇങ്ങനെ ഇതുണ്ടോ, ഇതിങ്ങനെ ഉതിർന്ന് വരണം. ഈ ചോറ് എങ്ങനെയാണ് നമ്മൾ വേവിച്ചതെന്ന് വെച്ചാൽ ഒരു 90% കുക്കാവാൻ പാടുള്ളൂ. എനിക്ക് ഈ മുട്ടയുടെ ഫ്ലേവർ ഒരുപാട് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. അതൊന്നും വരില്ല. എനിക്കെന്താ അങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്നാണോ ഇങ്ങനെ വരുന്നത്. നന്നായിട്ട് നമ്മളിത് ഇളക്കണം. പിന്നെ എല്ലാം ഏകദേശം സെറ്റായി വന്നു തോന്നുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ തീ ആളി കത്തിക്കണം. നമ്മൾ മറ്റേ ഇതിലൊക്കെ കടയിലൊക്കെ കാണുന്ന പോലെ ആളി കത്തണം തീ. അപ്പോൾ നീ അങ്ങനെ ഒരു വട്ടം ചെയ്തിട്ടില്ലേ? എന്തിനാണ് ചെയ്തത്? ലാസ്റ്റായിട്ട് കുറച്ച് പെപ്പർ. ഇവര് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവൻ പറഞ്ഞത് ഇവൻ കേൾക്കില്ല, ഇവൻ പറഞ്ഞത് ഇവൻ കേൾക്കില്ല. ഓക്കെ, അപ്പൊ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കാണ് ഗായ്സ്. കുറച്ച് ടേസ്റ്റ് നോക്കൂ. ഞാനോ? നീ തന്നെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അവന് വേണമെന്ന്. ഫ്രൈഡ് റൈസിൽ പുളിപ്പ് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മള് ഫ്ലഷ് ഉള്ള പാർട്സ് മാത്രം എടുക്കാനാണ് പ്ലാൻ. പാല് പൊങ്ങി പോകും. ആദ്യം നമ്മള് പാത്രം വെക്കുക, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ടെൻഷനാണ് ഈ മുഖത്ത് കാണുന്നത്.
സമയം കണ്ടോ 3:15 3 മണി എന്നാണ് ഉദ്ദേശിച്ചത് 3:15 ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഹലോ കേട്ടു ഇതാണ് എൻ്റെ പുതിയ സ്റ്റൈൽ വാക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up.